ഒരു മാറ്റവും വേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നുള്ളതാണ്. ഐ എം 47, 47 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് മോഹൻലാൽ എന്നുള്ള വ്യക്തി. അതിൽ നിന്ന് മനഃപൂർവ്വം പല കാര്യങ്ങൾ ഇനി എടുത്ത് അടർത്തി മാറ്റാൻ നോക്കിയാൽ നമ്മൾ മോഹൻലാൽ അല്ലാതാകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കണം. അപ്പൊ സാധാരണ സിനിമാ നടന്മാര് ചോദിച്ചാൽ കൂടി പറയാത്തതാണ് പ്രായം. ഇപ്പൊ താങ്കൾ തന്നെ 47 എന്ന് പറഞ്ഞു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ നമ്മുടെ രജനീകാന്തിനെ കുറിച്ച് പോലെ യാതൊരു നാട്യവുമില്ലാത്ത വിഗും എല്ലാം മാറ്റിയ ശേഷമുള്ള ഒരു മോഹൻലാൽ ആയിട്ട് താങ്കൾ പ്രത്യക്ഷപ്പെടുമോ? പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട്. കാര്യം ഇതിപ്പം മനഃപൂർവ്വം നാളെ ഞാൻ രജനീകാന്തിനെ പോലെ നടക്കണം എന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ രജനീകാന്ത് എന്ന് പറയുന്നത് ലോക സിനിമയിലെ ഒരു അത്ഭുതമാണ്. അങ്ങനെ എല്ലാവർക്കും നടക്കാൻ പറ്റില്ല. ഇപ്പൊ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്, ഒരു നരച്ച താടി കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രായം എന്ന് പറയുന്നത് ഇപ്പൊ ജരാനരകൾ ബാധിക്കണം, വാർദ്ധക്യം ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം മാറണോ മാറണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ ഇപ്പോ കുറെ നാളെ എന്താകുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതല്ല ഇപ്പൊ ഇത്രയും നാള് ജീവിച്ച അല്ലെങ്കിൽ ഇത്രയും നാള് പോയ വഴിയല്ല എന്റെ വഴി എന്ന് എനിക്ക് നാളെ തോന്നിയാൽ ഞാൻ വേറൊരു വഴി തിരഞ്ഞെടുക്കും. അത് എനിക്ക് നാളെ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.